ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മേ ഹാവ് പ്ലസ് V3 ആൻഡ് മൈറ്റ് ഹാവ് പ്ലസ് V3. ഇത് എവിടെയാണ്, എങ്ങനെയുള്ള സെൻറ്റൻസിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. V3 എന്ന് പറയുന്നത് വെർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യം ഞാനൊരു കുഞ്ഞ് സിറ്റുവേഷൻ പറയാം. എൻ്റെ ഒരു ഓൾഡ് സ്റ്റുഡൻറ്റ് എന്നെ കാണാൻ വീട്ടിൽ വന്നു. അവൻ്റെ വീട് ഒരുപാട് ദൂരെയാണ്. അവൻ വീട്ടിൽ വന്നു, കുറേ സമയം എന്നോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. പക്ഷേ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് വേണം അവൻ്റെ വീട്ടിലെത്താൻ. കുറേ സമയം വൈകുന്നേരമായി, ഒരു 6 o'clock ഒക്കെ ആയപ്പോൾ ഞാൻ ചിന്തിച്ചു, അവനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. കാരണം ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഊഹിക്കുകയാണ് അവനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടാകും എന്ന്. അതെനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്, എങ്കിലും ഞാൻ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഊഹിക്കുന്നു അവൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. ഇത്തരം കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് മേ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മേ ഹാവ് പ്ലസ് V3 ഫോം. മേ ഹാവ്, ഹീ മേ ഹാവ് റീച്ച്ഡ്. ഹീ മേ ഹാവ് റീച്ച്ഡ്, അവൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. ഇവിടെ റീച്ച്ഡ് എന്നത് റീച്ച് എന്ന വെർബിൻ്റെ V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതുപോലെ തന്നെ എനിക്ക് ഹീ മൈറ്റ് ഹാവ് റീച്ച്ഡ് എന്നും പറയാം. ഹീ മൈറ്റ് ഹാവ് റീച്ച്ഡ്, അതിൻ്റെ അർത്ഥവും ഒന്ന് തന്നെയാണ്. പക്ഷേ മേ ഹാവ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു 50 to 60% ഉറപ്പാണ്, എത്തിയിട്ടുണ്ടാകും അവൻ എന്ന്. അതേസമയം ഹീ മൈറ്റ് ഹാവ് റീച്ച്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും ഉറപ്പില്ല. ഒരു 20% അല്ലെങ്കിൽ ഒരു 30% ഒക്കെ നമുക്ക് അത് ഒരു ചാൻസസ് ഉള്ളൂ അവനവിടെ എത്താൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈറ്റ് ഹാവ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറയില്ലേ, ചിലപ്പോൾ അവനവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവും എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഊഹിക്കുമ്പോഴുള്ള നമ്മുടെ ചാൻസസ് അനുസരിച്ചിട്ടാണ് നമുക്ക് മേ ഹാവ് അതുപോലെ മൈറ്റ് ഹാവ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയട്ടെ. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പേന മോഷ്ടിക്കപ്പെട്ടു. ഒരു കുട്ടിയുടെ പേന കളവ് പോയി. അപ്പോൾ പലരും ഗസ് ചെയ്യാൻ തുടങ്ങി, രോഹൻ അത് മോഷ്ടിച്ചിട്ടുണ്ടാവും എന്ന് ഒരു കുട്ടി പറഞ്ഞു. രോഹൻ അത് മോഷ്ടിച്ചിട്ടുണ്ടാകും എന്ന്, അതും ഒരു ഗസ്സിങ് ആണ്. അവൻ പറയുന്നത് രോഹൻ മൈറ്റ് ഹാവ് സ്റ്റോളൻ ദാറ്റ് പെൻ. രോഹൻ ആ പെൻ മോഷ്ടിച്ചിട്ടുണ്ടാകും. രോഹൻ മൈറ്റ് ഹാവ് സ്റ്റോളൻ ദ പെൻ. മൈറ്റ് ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് സ്റ്റീൽ എന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ്, സ്റ്റോളൻ. മൈറ്റ് ഹാവ് സ്റ്റോളൻ. അപ്പോൾ വേറൊരു കുട്ടി പറയാണ്, രോഹനല്ല, അത് സെയിൻ മോഷ്ടിച്ചിട്ടുണ്ടാവും. സെയിൻ മേ ഹാവ് സ്റ്റോളൻ ദ പെൻ. സെയിൻ മേ ഹാവ് സ്റ്റോളൻ. അപ്പോൾ സെയിൻ മോഷ്ടിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്ന ആ കുട്ടിക്ക് കുറേയും കൂടി ഉറപ്പാണ്, അവൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ. അതുകൊണ്ടാണ് മേ ഹാവ് എന്ന് ഉപയോഗിച്ചത്. അങ്ങനെയാണ് മേ ഹാവ് ആൻഡ് മൈറ്റ് ഹാവ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ, നമുക്ക് ഒരു കാര്യം ഊഹിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം എന്ന്. നമുക്ക് എത്രത്തോളം ഉറപ്പാണ് അല്ലെങ്കിൽ എത്രത്തോളം ചാൻസസ് ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് മേ ഹാവ് ആൻഡ് മൈറ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് എത്ര കൃത്യമായിട്ട് എത്ര % ആണ് എന്നൊക്കെ നോക്കി നമുക്കൊരു കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് അത്രയ്ക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണെങ്കിൽ മൈറ്റ് ഹാവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മേ ഹാവ് ഉപയോഗിക്കാം. പിന്നെ പലരും ഇത് ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരുപാട്, അതായത് ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു പക്ഷേ നടന്നിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മൈറ്റ് ഹാവ് ഉപയോഗിക്കാം. അതല്ല, നടന്നിട്ടുണ്ടാകും, കൂടുതൽ ചാൻസസ് ഉണ്ടെങ്കിൽ മേ ഹാവ് ഉപയോഗിക്കാം. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ദ മെക്കാനിക് മൈറ്റ് ഹാവ് റിപ്പയർഡ് ദ കാർ. മെക്കാനിക്ക് ആ കാർ റിപ്പയർ ചെയ്തിട്ടുണ്ടാകും. മൈറ്റ് ഹാവ് ആണ് ഉപയോഗിച്ചത്. അതിനർത്ഥം ഒരു പക്ഷേ റിപ്പയർ ചെയ്തിട്ടുണ്ടാകും എന്നാണ്. വളരെ ചാൻസസ് കുറവാണ്, അപ്പോഴാണ് മൈറ്റ് ഹാവ് ഉപയോഗിക്കുന്നത്. ഇനി ദ മെക്കാനിക് മേ ഹാവ് റിപ്പയർഡ് ദ കാർ എന്നാണെങ്കിൽ ഒരുപാട് ചാൻസസ് കൂടുതലാണ്. ഷീ മൈറ്റ് ഹാവ്
ചേഞ്ച് ഹെർ ഫോൺ നമ്പർ. ഷീ മൈറ്റ് ഹാവ് ചേഞ്ച്ഡ് ഹെർ ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ അവളുടെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഊഹിക്കുകയാണ് ചിലപ്പോൾ അവളുടെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഷീ മൈറ്റ് ഹാവ് ചേഞ്ച്ഡ് ഹെർ ഫോൺ നമ്പർ. ചേഞ്ച്ഡ് എന്നത് ചേഞ്ച് എന്ന വേർബിൻ്റെ V3 ഫോമാണ്. മൈ മദർ മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് ദ ഫുഡ്. എൻ്റെ മദർ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. മൈറ്റ് ഹാവ് പ്രിപ്പയർഡ്, ചാൻസസ് കുറവാണ്. മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് ദ ഫുഡ്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും എന്നായി. അപ്പോൾ മേ ഹാവ് പ്ലസ് V3 ഫോം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുമ്പോൾ ആദ്യം സബ്ജക്റ്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ആകാം. ഐ ആവാം, യു ആവാം, വി ആവാം, ദേ ആവാം, ഹി ആവാം, ഷീ ആവാം, വേറെ ഏത് സിംഗുലർ സബ്ജക്ട്സോ പ്ലൂറൽ സബ്ജക്ട്സോ എന്ത് വേണമെങ്കിലും ആകാം. മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അവിടെ ഒരു ചേഞ്ചും വരില്ല. സബ്ജക്റ്റ് പ്ലസ് മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് V3 ഫോമാണ്. V3 ഫോം എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഈറ്റ് എന്നാണെങ്കിൽ കഴിക്കുക, ഈറ്റ്, അത് ഈറ്റൺ ഉപയോഗിക്കുക. കുക്ക് ആണെങ്കിൽ കുക്ക്ഡ് ഉപയോഗിക്കുക. കം ആണെങ്കിൽ കം തന്നെയാണ് V3 ഫോം. കം, കെയും, കം അങ്ങനെയാണ്. റീച്ച്, റീച്ച്ഡ് ആണ് തേർഡ് ഫോം. റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്. സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ, സ്റ്റോളൻ എന്നാണ് തേർഡ് ഫോം. അപ്പോൾ തേർഡ് ഫോം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റില്ലേ? മേ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 ഫോം വെച്ചുകൊണ്ട് ഉള്ള സെൻറ്റൻസസ്.